എല്ലാ പ്രിയപ്പെട്ടവർക്കും പോൾസ് മെസ്സേജസിലേക്ക് സ്വാഗതം. ദൈവം വെളിപ്പെടുത്താത്ത രഹസ്യം. ദൈവം വെളിപ്പെടുത്താത്ത ഒരേ ഒരു രഹസ്യം. അതെ, ഈ മനുഷ്യായുസ്സിൽ നമുക്ക് അല്പം മാത്രമേ അറിയാവൂ. വചനം നമ്മോട് പറയുന്നത് നാം അംശമായി മാത്രം അറിയുന്നു എന്നാണ്. അതെ, നാം എന്തായിത്തീരും എന്നും നമുക്ക് അംശമായി മാത്രമേ നമുക്കറിയാവൂ. അപ്രകാരം വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇല്ല. കർത്താവിന് മഹത്വം. ശിശുവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അംശമായി മാത്രം അറിയുന്ന അവസ്ഥയാണ്. എന്നാൽ ഒരു നാൾ വരും, പുരുഷനായിത്തീരും, മെച്യൂരിറ്റിയിലേക്ക് വരും. അന്ന് അംശമായത് നീങ്ങിപ്പോകും. ആ ഒരു കാലഘട്ടത്തിലേക്ക് കർത്താവ് നമ്മെ നടത്തും. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നാൽ ദൈവം മനുഷ്യന് വെളിപ്പെടുത്താത്ത സത്യം, ഇത് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി തരാത്ത, എന്നാൽ അംശമായി മാത്രം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന, പൂർണ്ണമായി വെളിപ്പെടുത്തി തരാത്ത ഒരു സത്യമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ്. അത് പറയുമ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം. കർത്താവായ യേശുക്രിസ്തു എപ്രകാരം ജനിക്കും എന്നെല്ലാം അനേകം പ്രവാചകന്മാരിലൂടെ വർഷങ്ങളെടുത്ത് ഉൽപ്പത്തി മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം. എന്നാൽ ഒരിടത്ത് പോലും എന്നാണ് ജനിക്കുന്നത് എന്ന് ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് ഒരിടത്തും ഒരു പ്രവാചകനും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇന്ന് നാം ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതല്ല കർത്താവിൻ്റെ ജനന ദിവസം എന്ന്. എന്തുകൊണ്ട്? കാരണം ദൈവത്തിന് ആരംഭവുമില്ല, അവസാനവും ഇല്ല. അങ്ങനെ ഒരു ദൈവത്തിന് ഒരു ജനന ദിവസം നമ്മൾ ആരെങ്കിലും ആഘോഷിക്കുന്നുവെങ്കിൽ ഇറ്റ്സ് എ ഡിസ്ഗ്രേസ്, അതൊരു അപമാനം ആണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹീസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. എന്തുകൊണ്ട്? കാരണം ദൈവം സമയം എന്ന ഒരു പരിധിക്കുള്ളിൽ ജീവിക്കുന്നവൻ അല്ല. സമയം എന്ന പരിധിക്കുള്ളിൽ ജീവിക്കുന്ന നമുക്ക് തന്നെ, ന്യൂസിലൻഡിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഈ സമയം ഒരുപക്ഷെ വൈകുന്നേരമായിരിക്കാം, നമുക്കിപ്പോൾ രാവിലെയാണ്. സ്തോത്രം. അമേരിക്കയിലിരിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ മറ്റൊരു സമയമാണ്. നാം ഭൂമിയിൽ വസിക്കുമ്പോൾ തന്നെ നമുക്ക് സമയത്തിന് വ്യത്യാസമുള്ളപ്പോൾ, സമയം എന്ന ടൈം ബൗണ്ട് ഇല്ലാത്ത, സമയമെന്ന ഒരു പരിധിയില്ലാത്ത, ആരംഭവും അവസാനവുമില്ലാത്ത, സകലത്തിൻ്റെയും ആധാരമായവൻ, സകലയിടത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നവൻ, സകലതും ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉളവാക്കിയവൻ, ആ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നത് ആരോടും ഡേറ്റ് അറിയിച്ചുകൊണ്ട് അല്ല. അപ്രകാരം തന്നെ ആ ദൈവം മടങ്ങി വരുന്നത് തന്നെ കാത്തിരിക്കുന്നവരെ, അതായത് തൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരെ, തൻ്റെ ആത്മാവിനാൽ തന്നിൽ ജനിച്ചവരെ, അതായത് വീണ്ടും ജനിച്ചവരെ ചേർക്കുവാനായിട്ട്, സ്തോത്രം, മടങ്ങി വരുന്നത് ഒരു ഡേറ്റ് അറിയിച്ചുകൊണ്ട് അല്ല. യേശുക്രിസ്തുവിന് മഹത്വം. ഇതൊരു പരമാർത്ഥമായ ആത്മീക സത്യമാണ്. ഈ വചനം അല്ലെങ്കിൽ ഈ സത്യം നമ്മോട് വിളിച്ചു പറയുന്നത്, ഒരുങ്ങി ഇരിപ്പിൻ, അസമയത്തും സമയത്തും ഒരുക്കം ഉള്ളവർ ആയിരിപ്പിൻ എന്ന് കർത്താവ് നമ്മോട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മത്തായി എഴുതിയ സുവിശേഷം
24 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് ശിഷ്യന്മാരുമായി യെരുശലേം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരനുഭവമുണ്ട്. ആ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് മുൻപായിട്ട് ശിഷ്യന്മാർ ആ ദേവാലയത്തിൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം വിവരിക്കുകയും അതിനെ വളരെയധികം അഡ്മയർ ചെയ്ത് വളരെ താല്പര്യത്തോടെ ആ ആർക്കിടെക്ചർ മാർവലിനെ വളരെയധികം പുകഴ്ത്തിയെല്ലാം സംസാരിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. എന്നാൽ കർത്താവ് അവരോട് പറയുന്നു, ഇത് കാണുന്നോ, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഒഴിഞ്ഞു പോകുന്ന ഒരു കാലം വരും. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ കർത്താവിന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് കർത്താവിൻ്റെ അടുക്കൽ വന്നു. കർത്താവ് അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങളും ഞാനും ശ്രദ്ധിക്കണം. കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല എന്ന് വെറുതെ പറയല്ല ചെയ്തത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. യേശുക്രിസ്തുവിന് മഹത്വം. വളരെ ഉറപ്പോടെ അത് സംഭവിക്കും എന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തു വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ എനിക്ക് അവരോട് പറയുവാനുള്ളത്, പണ്ട് അവിടെ ഒരു യെരുശലേം ദേവാലയം ഉണ്ടായിരുന്നു. ഇന്ന് ആ യെരുശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനപ്പുറം ഒരു തെളിവ് എനിക്ക് തരാൻ ഇല്ല ചരിത്രത്തിൽ നിന്ന്. യേശുക്രിസ്തുവിന് മഹത്വം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇനിയാണ് നമുക്ക് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഭാഗത്തേക്ക് നമ്മളൊന്ന് വരേണ്ടത്. 24 അധ്യായം കർത്താവ് സംസാരിക്കുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ തകർച്ചയും ആ സമയത്ത് നടക്കാൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചും എല്ലാം ഒരുമിച്ചാണ് കർത്താവ് അവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ വിവേചനത്തോടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവ് പറയുന്നതും യെരുശലേം ദേവാലയം തകർക്കപ്പെടുന്ന സമയത്ത് അവിടെ നടക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് സംസാരിക്കുന്നതും രണ്ടും രണ്ടായി കണ്ട് പക്വതയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് നാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഞാൻ നിങ്ങൾക്കായി 3 വാക്യം മുതൽ ഞാൻ വായിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഒലിവ് മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് കർത്താവിൻ്റെ അടുക്കൽ വന്ന്, അത് എപ്പോൾ സംഭവിക്കും എന്ന്, അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരേണം എന്ന് അപേക്ഷിച്ചു. ശ്രദ്ധിക്കണം, അവിടെ അവർ ചോദിക്കുകയാണ്, യെരുശലേം ദേവാലയം തകർക്കപ്പെടുന്നത് എപ്പോൾ? അങ്ങയുടെ വരവിനും, അതായത് അങ്ങയുടെ മടങ്ങി വരവിനും അടയാളം എന്ത് എന്ന് അവർ ചോദിക്കുകയാണ്. മനസ്സിലാക്കണം, ശിഷ്യന്മാർ നേരിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്. നമുക്ക് ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ ഒന്ന് മനസ്സിലാക്കാം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു ഈ വിഷയത്തിൽ ശിഷ്യന്മാരോട് ആദ്യം പറയുന്നത് അവരെ വാൺ ചെയ്യുകയാണ്. അവർക്കൊരു മുന്നറിയിപ്പാണ് ഈ വിഷയത്തിൽ കർത്താവായ യേശുക്രിസ്തു ആദ്യം കൊടുക്കുന്നത്. കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള അടയാളം എന്ത് എന്ന് ചോദിക്കുന്നവർക്ക് കർത്താവ് ആദ്യം കൊടുക്കുന്ന മറുപടി ഒരു മുന്നറിയിപ്പാണ്. ആരും നിങ്ങളെ തെറ്റിച്ച് കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്. എന്തുകൊണ്ട്? കാരണം ഏറ്റവും അധികം ജനം തെറ്റിദ്ധരിപ്പിക്കപ്പെടുവാൻ, തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണിത് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇതൊരു പരമാർത്ഥമായ സത്യമാണ്. അത് മാത്രവുമല്ല, ഈ മാർഗത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ മാർഗത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അതിലൂടെ ജനം തെറ്റും എന്നും വ്യക്തമായിട്ട് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്. ഒരു കാര്യം, അതൊരു പരമാർത്ഥമായ ദുഃഖസത്യമായി
നമ്മുടെ ഇടയിൽ നിൽക്കുകയും ആണ്. അതായത് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ജനം തെറ്റും, ജനം വഴിവിട്ട് മാറി സഞ്ചരിക്കും എന്ന് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി പറയുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം. ആ ഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ ദയവായി ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. യേശു ക്രിസ്തുവിന് മഹത്വം. ഈ വചനത്തോടൊപ്പം തന്നെ ഒരു വചനവും കൂടി നമുക്കൊന്ന് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അത് 11-ാമത്തെ വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, കള്ളപ്രവാചകന്മാരും പലരും വന്ന് ജനത്തെ തെറ്റിക്കും എന്നാണ്. ക്രിസ്തു എന്ന് പറഞ്ഞ് തെറ്റിക്കും, കള്ളപ്രവാചകന്മാർ വന്ന് തെറ്റിക്കും എന്ന് രണ്ട് ഭാഗത്ത് ഇവിടെ പറയുന്നു. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാൻ പോവുകയാണ്. 5-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. 11-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. യേശു ക്രിസ്തുവിന് മഹത്വം. കർത്താവിൻ്റെ വരവിന് മുൻപായിട്ട് അനേകർ വ്യാജമായ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കും. അതായത് കള്ളക്രിസ്തുക്കളിൽ വിശ്വസിക്കും, കള്ളപ്രവാചകന്മാരിൽ വിശ്വസിക്കും. ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും അത് വ്യക്തികൾ ആണ് എന്ന്. അതെ, വ്യക്തികളാണ്, ശരി തന്നെ. പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ എന്ന് പറയുന്നത് തൻ്റെ ശരീരമായ സഭയാണ്. കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ എന്ന് പറയുന്നത് സ്വർഗത്തിൽ സ്ഥാപിതമായ സഭയാണ്. കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ എന്നത് അത് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ വാഗ്ദത്തം ഉള്ള സഭയാണ്. ആ സഭയ്ക്ക് അധ്യക്ഷനും പരമാധികാരിയും എല്ലാം ആടുകളുടെ വലിയ ഇടയനാകുന്ന ക്രിസ്തു മാത്രം ആണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്കിവിടെ അനേകായിരം സഭകളെ കാണാൻ കഴിയും. കൂണ് പൊട്ടി മുളച്ചു വരുന്നത് പോലെയാണ് പുതിയ സഭയും പുതിയ ഉപദേശങ്ങളും പുതിയ പഠിപ്പീരും പുതിയ പ്രവചനങ്ങളും എല്ലാം ഈ കാലഘട്ടത്തിൽ വന്ന് പെരുകുന്നത്. യേശു ക്രിസ്തുവിന് മഹത്വം. അനേകം പേർ വിശ്വസിക്കുന്നു അവരായിരിക്കുന്ന സഭയാണ് സത്യസഭയെന്ന്. അനേകം പേർ ആ സഭ പറയുന്നത് എന്തോ അതനുസരിക്കുന്നു. അനേകം പേർ അതനുസരിച്ച് ജീവിച്ച് അവർ പോകുന്നതും അവർ കണ്ടെത്തിയിരിക്കുന്ന ക്രിസ്തുവാണ് ശരി എന്ന നിലവാരത്തിൽ പോകുന്നു. അനേകം പേർ അവർ ആയിരിക്കുന്നിടത്ത് നിന്ന് കിട്ടുന്ന ഉപദേശങ്ങളെ ദൈവിക പ്രവചനങ്ങളായിട്ട് ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നു. മറ്റ് ഒരു മാർഗവുമായിട്ടും ബന്ധമില്ലാത്ത ഈ മാർഗത്തെ വെറും ഒരു മതമാക്കി, വെറും ഒരു സമ്പ്രദായമാക്കി, വെറും ഒരു പാരമ്പര്യമാക്കി മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. ഇന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ലോകത്തെ ഒരു മതമായി മാറിയിരിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനിറ്റി എന്നത് മതമല്ല എന്ന സത്യം നമുക്കറിയാമെങ്കിലും നമുക്കത് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വീണ്ടും ജനിക്കുന്ന അനുഭവമാണ്. അതായത് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിത ശൈലിയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആത്മീകമാവുന്ന ജനനത്തിനോ ആത്മീകമാവുന്ന ജീവിതത്തിനോ പ്രാധാന്യം ഇല്ലാതെ പോകുന്നു.
പകരം മതത്തിനും പാരമ്പര്യങ്ങൾക്കും പാരമ്പര്യ വിശ്വാസങ്ങൾക്കും എല്ലാം പ്രാധാന്യം കൂടുതലായി കിട്ടുന്നു. സഭ പിതാക്കന്മാരുടെ വാക്കുകൾക്ക് കർത്താവിൻ്റെ വാക്കുകളേക്കാൾ അധികം പ്രാധാന്യം ലഭിക്കുന്നു. സഭയുടെ നേതൃത്വങ്ങളിലേക്ക് വരുവാൻ, അതായത് ലോകപ്രകാരമുള്ള സഭയുടെ നേതൃത്വങ്ങളിലേക്ക് വരുവാൻ, അധികാരങ്ങളിലേക്ക് വരുവാൻ ഇതുവരെയും കേട്ടുകേൾവി പോലുമില്ലാത്ത ദോഷകരമായ മാർഗങ്ങൾ അവർ ഉപയോഗിക്കുന്നു. കാരണം എന്താ? ഇതൊന്നും ദൈവം സ്ഥാപിച്ചത് അല്ല. കർത്താവായ യേശുക്രിസ്തു പീലാത്തോസിനോട് പറയുന്ന ഒരു സത്യമുണ്ട്. എൻ്റെ രാജ്യം ഐഹികം അല്ല. അതായത് എൻ്റെ രാജ്യം ഈ ലോകപ്രകാരം ഉള്ളത് അല്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ രാജ്യത്തെ സ്വർഗരാജ്യം എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പാൻ മാനസാന്തരം ആവശ്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നവരുടെ ഉള്ളിലേക്ക് തൻ്റെ ആത്മാവിനെ പകർന്നത്. അതുകൊണ്ടാണ് തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നവർക്ക് തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ നാമത്തിൽ തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നത്. യേശുക്രിസ്തുവിന് മഹത്വം. ഈ സഭയ്ക്ക് വിശ്വാസികളില്ല, അംഗങ്ങൾ ഇല്ല. ഈ സഭ 100% മക്കളാൽ നിറയപ്പെട്ടതും മക്കളാൽ സമ്പന്നവും ആണ്. ഈ സഭയുടെ അധ്യക്ഷൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നവനാണ്. ആ അരുമനാഥനെ സ്വീകരിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. എന്തുകൊണ്ട്? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു. കാരണം ദൈവം മനുഷ്യനായി, മനുഷ്യരുടെ രക്ഷയ്ക്കായി, മറ്റാരിലും രക്ഷയില്ല, രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു നാമം മനുഷ്യരാശിക്ക് നൽകപ്പെട്ടത്, അത് യേശുക്രിസ്തുവിൻ നാമമാണ്. ആ യേശുക്രിസ്തു ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു നമ്മുടെ ഇടയിൽ പാർത്തു. പാപമില്ലാത്തവനായി ജനിച്ചു, പാപമില്ലാത്തവനായി ജീവിച്ചു. പാപമില്ലാത്തവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ദൈവവും നാമുമായുള്ള ശത്രുത്വം ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് സ്വന്തം മരണത്തിലൂടെ നീക്കിക്കളഞ്ഞ് ആ സത്യസഭയുടെ, ജീവനുള്ള സഭയുടെ, അല്ലെങ്കിൽ ദൈവവുമായുള്ള ആ പവിത്ര ബന്ധത്തിൻ്റെ ഭാഗമാക്കി നമ്മെ മാറ്റി. ഈ സഭയാണ് സത്യസഭ. ഈ സഭ ഒരിക്കലും നശിച്ചും പോകില്ല. ഈ സഭയുടെ ഭാഗമായിരിക്കുന്നവരെയാണ് കർത്താവ് ചേർക്കാൻ വരുന്നത്. ഈ സഭയുടെ ഭാഗം ആയിരിക്കുന്നവരോടാണ് കർത്താവ് ഒരുങ്ങിയിരിപ്പിൻ എന്ന് പറയുന്നത്. അല്ലാതെ ആരും ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാ ഒരുങ്ങേണ്ടത്? കർത്താവിനോട് കൂടെ ചേരുവാൻ എങ്ങനെയാ ഒരുങ്ങേണ്ടത്? വളരെ ലളിതമായി പറഞ്ഞാൽ, ഈ സത്യസഭയുടെ ഭാഗമായി ഒരു വ്യക്തിപരമായ ഒരു വീണ്ടും ജനനം, നാമും ദൈവവുമായുള്ള ബന്ധത്തിൽ, ഈ ലോകപ്രകാരമുള്ള ബന്ധത്തിൽ നിന്ന് മാറി ദൈവിക ബന്ധത്തിലുള്ള വീണ്ടും ജനനത്തിലൂടെയാണ് നാം വീണ്ടും ജനിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ്. ഈ ഒരു അനുഭവം ഇല്ലാത്ത ഒരു വ്യക്തിക്കും കർത്താവിനോടുകൂടെ ഒരു ബന്ധവും ഇല്ല. കർത്താവിൻ്റെ വരവിൽ അവർ കാണില്ല. യേശുക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, നാം മുൻപോട്ട് വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് 6-ാമത്തെ വാക്യമാണ്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. 7-ാമത്തെ വാക്യം, എന്നാൽ അത് അവസാനം അല്ല. ശ്രദ്ധിക്കണം. 6-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനം അല്ല. ചില ആൾക്കാർ പറയാറുണ്ട്, 3-ാം ലോകമഹായുദ്ധം ഉണ്ടാവുമ്പോൾ കർത്താവ് വരുമെന്ന്, 3-ാം ലോകമഹായുദ്ധത്തിന് മുൻപേ കർത്താവ് വരുമെന്ന്.
അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ കർത്താവ് വരും എന്ന്. എന്നാൽ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനം അല്ല. ശ്രദ്ധിക്കണം, എന്നാൽ അത് അവസാനം അല്ല. നിങ്ങളുടെ മനസ്സിൽ ഇതൊന്ന് പതിയണം. അപ്പോൾ അവസാനം എങ്ങനെ എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. യുദ്ധവും യുദ്ധശ്രുതികളോ ഒന്നും തന്നെ അവസാനമല്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞു നമ്മോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവസാനം എന്ത്, അവസാനം എങ്ങനെയുള്ളത് എന്ന് നാം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. യേശുക്രിസ്തുവിന് മഹത്വം, യേശുക്രിസ്തുവിന് മഹത്വം. എന്താ പറയുന്നത്? എന്നാൽ അത് അവസാനമല്ല, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. എവിടെയെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടായാൽ, എവിടെയെങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ, എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ കർത്താവ് വരാൻ പോകുന്നു എന്ന് ആരും പറയരുത്. കാരണം കർത്താവ് അത് പറയുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കണം, ഇതെല്ലാം കർത്താവ് വരും എന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള തെളിവുകൾ ആണ്. യേശുക്രിസ്തുവിന് മഹത്വം. ദൈവമക്കൾക്ക് ഇതെല്ലാം ഒരു വാണിംഗ് ആണ്. കർത്താവ് വരും, കർത്താവിൻ്റെ വാക്കുകളാണ്. യേശുക്രിസ്തുവിന് മഹത്വം. കർത്താവ് വരും, യേശുക്രിസ്തുവിന് മഹത്വം. മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 9-ാമത്തെ വാക്യമാണ്. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും, എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. യേശുക്രിസ്തുവിന് മഹത്വം. നിങ്ങൾക്ക് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. ഏറ്റവും അധികം ഈ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളിത് കേൾക്കുകയും ചെയ്യുന്ന നിമിഷവും ഏറ്റവും അധികം ജനം കൊല്ലപ്പെടുന്ന ഒരു മാർഗം, പീഡിപ്പിക്കപ്പെടുന്ന ഒരു മാർഗം, തകർക്കപ്പെടുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ അവർ സ്വീകരിച്ചു, അറിഞ്ഞു എന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. അനേകായിരം പ്രിയപ്പെട്ടവർ ഇന്ന് ജയിലുകളിലാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് അനേകായിരം പേർ ഈ നിമിഷവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് അനേകായിരം പേർ അവരുടെ സ്വത്തുവകകളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടിരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ ലോകത്ത് ഒരു മനുഷ്യനും ചോദിക്കാനും പറയാനും ഇല്ലാത്ത നിലവാരത്തിൽ ദൈവമക്കൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ എന്ന്. ഓർക്കണം, ഇത് കർത്താവായ യേശുക്രിസ്തു പറയുന്ന സമയത്ത് നമ്മൾ ഇന്ന് ഈ പറയുന്നത് പോലുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും ഇതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത സമയത്താണ് കർത്താവായ യേശുക്രിസ്തു ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കണ്ണാലെ നമ്മൾ ഇന്ന് കാണുകയാണ് ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തു സത്യമാണ്, കർത്താവായ യേശുക്രിസ്തു ദൈവമാണ്, കർത്താവായ യേശുക്രിസ്തു വരിക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. പ്രിയപ്പെട്ടവരെ, മുൻപോട്ട് പോകുമ്പോൾ 10-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. അതായത് പലരും വിശ്വാസം ത്യജിക്കുമെന്ന് മാത്രമല്ല, കൂടെയുള്ളവരെ വഞ്ചിക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇതെല്ലാം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിതെല്ലാം സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ മഹത്വം. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന്
ഏൽപ്പിക്കും. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, തൻ്റെ ശിഷ്യന്മാർ ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, എന്നാൽ ആർക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും എന്ന്. കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്നൊരു വാക്കുണ്ട്, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. ഇടുക്കുവാതിലെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ചെറിയ ഇടുങ്ങിയ ഒരു ചെറിയ വാതിലായിരിക്കുമെന്ന് കരുതും. അല്ല, ഒരു ടണലാണ്. ഒരു ഏറ്റവും ഇടുങ്ങിയ വളരെ നീളം കൂടിയ ഒരു ടണലിന്റെ ഉള്ളിലൂടെ ഒരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട്. ആ വെളിച്ചത്തിലേക്ക് എത്തുവാനായിട്ട് നിൽക്കാതെ തളർന്നു പോകാതെ മുന്നോട്ട് പോകുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. ഇതാ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അല്ലാതെ മോട്ടിവേഷണൽ പ്രീച്ചിങ് അല്ലായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റേത്. ദൈവത്തിന് ആരെയും മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സത്യം ആര് ഗ്രഹിക്കുമോ ആ സത്യം അവരെ മോട്ടിവേറ്റ് ചെയ്യും. യേശുക്രിസ്തുവിന് മഹത്വം. സത്യത്തിന് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത് പോലെ മറ്റൊന്നിനും ആരെയും മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. യേശുക്രിസ്തുവിന് മഹത്വം. പ്രിയമുള്ളവരെ, ഇവിടെ നാം വായിച്ചു, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതെ, ഒരുക്കമുള്ളവരായിരിപ്പിൻ എന്ന് കർത്താവ് പറയുന്ന വചനം ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുക്കമുള്ളവരായിരിപ്പിൻ. അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് വചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ നാമത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് 14-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങൾ ആരും ദയവായി മറന്നു പോകരുത്. അതായത് കർത്താവായ യേശുക്രിസ്തു അവിടെ വ്യക്തമായി പറയുകയാണ്, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഐ റിപ്പീറ്റ്, രാജ്യത്തിന്റെ ഈ സുവിശേഷം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം ഭൂലോകത്തിൽ സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. യേശുക്രിസ്തുവിന് മഹത്വം. അതായത് എന്നാണ് കർത്താവിൻ്റെ വരവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടുകയും ജാതികളുടെ സംഖ്യ തികഞ്ഞു വരികയും, അതായത് കർത്താവിനെ അറിയേണ്ടവരുടെ സംഖ്യ തികഞ്ഞു വരികയും ചെയ്യുന്ന നാഴികയിൽ അവസാനം വരും. അത് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ എന്നതാണ് പരമാർത്ഥ സത്യം. കാരണം അത് ദൈവം മനുഷ്യന് വെളിപ്പെടുത്തിയതല്ല. അതുതന്നെയാണ് അതിൻ്റെ സത്യം. മുൻപോട്ട് പോകുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. യേശുക്രിസ്തുവിന് മഹത്വം. ഇതുവരെയും ദൈവമക്കൾ ഒരുങ്ങിയിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടെ കർത്താവ് സംസാരിച്ചു. ഇനി കർത്താവ് വരുന്ന ആ കാലഘട്ടത്തിന്റെ ലക്ഷണത്തെക്കുറിച്ച് കുറച്ചും കൂടി ആഴമായി കർത്താവ് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് നോഹയുടെ കാലഘട്ടം പോലെ എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്. എന്താണ് കർത്താവിൻ്റെ വരവ് നോഹയുടെ കാലഘട്ടം പോലെ എന്ന് പറയുന്നത്? കാരണം അന്ന് ആ കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു പ്രളയം എന്തെന്ന് ജനം കണ്ടിട്ടില്ല. ഒരു ജലപ്രളയം എന്തെന്ന് ജനം കണ്ടിട്ടില്ല. ജനം ഒരിക്കലും കണ്ടിട്ടില്ലാത്തത്, ജനം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തത്. ആ കാലഘട്ടത്തിൽ ജനം തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സുഖത്തോടെ സന്തോഷത്തോടെ ഒന്നിനും
കുറവില്ലാതെ ജനം ജീവിച്ചു പോയ ഒരു കാലഘട്ടമായിരുന്നു നോഹയുടെ കാലഘട്ടം. ജലപ്രളയം വരുമെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ലാത്ത ഒരു കാലഘട്ടം. കാരണം എന്ത്? ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു വരും എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഇതുവരെ സംഭവിക്കാത്ത കാര്യം എന്തിനു വിശ്വസിക്കണം? നമുക്ക് സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. മറ്റ് പല കാര്യങ്ങളും നടക്കണം എന്ന് നാം വിശ്വസിക്കും. പക്ഷേ എത്ര പേർ കർത്താവിൻ്റെ വരവ് വിശ്വസിക്കും? നോഹയുടെ കാലഘട്ടം നമ്മുടെ ഈ കാലഘട്ടവുമായിട്ട് ഏകദേശം നല്ല രീതിയിൽ ഒത്തുപോകുന്ന ഒരു കാലഘട്ടമാണ്. ശലോമോൻ പറയുന്നുണ്ട്, പുതിയതൊന്നുമില്ല, പഴയതിൻ്റെ തനിയാവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. യേശുക്രിസ്തുവിന് മഹത്വം. നാം വായിക്കുമ്പോൾ കാണുന്നത് ഇപ്രകാരമാണ്: നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. 38-ാമത്തെ വാക്യം, ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ശ്രദ്ധിക്കണം, നോഹയുടെ കാലഘട്ടം എങ്ങനെയായിരുന്നു? നോർമലായിട്ട് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയോ അങ്ങനെ. ഒരു രീതിയിലും ഒരു ഭയത്തിന് കാര്യമില്ല, ഒരു പ്രശ്നവുമില്ല, എല്ലാം സന്തോഷത്തോടു കൂടിയ ഒരു പോക്കായിരുന്നു. എനിക്ക് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നിങ്ങളോട് പറയാൻ കഴിയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒരു യുദ്ധ സമയത്തോ ഒരു പ്രശ്നമുണ്ടായ സമയത്തോ ഒരു സംഘർഷം നിറഞ്ഞിരിക്കുന്ന സമയത്തോ കർത്താവിന്റെ വരവ് വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ വചനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്താ പറയുന്നത്? ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. യേശുക്രിസ്തുവിന് മഹത്വം. പഴയ കാലത്തെ അപേക്ഷിച്ച് നമ്മുടെ ഈ കാലഘട്ടം വളരെ സമാധാനപൂർണമാണ്. പഴയ കാലത്ത് ജനം അനുഭവിച്ച കഷ്ടതയോ യാതനകളോ ഒന്നും തന്നെ ഈ കാലഘട്ടത്തിൽ ഇല്ല. യേശുക്രിസ്തുവിന് മഹത്വം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ തലമുറയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ ബുദ്ധിയുള്ളവരാണ്. അത് കഴിഞ്ഞ തലമുറയിലുള്ളവർ സമ്മതിക്കും. വളരെ നിരീക്ഷണ പാഠവും വളരെ ഷാർപ്പായ ബുദ്ധിയുള്ളവരുമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജനിക്കുന്ന സന്തതി. അങ്ങനെയെങ്കിൽ ഇനി വരുന്ന തലമുറകൾ എങ്ങനെയുള്ളതായിരിക്കും? ദർ ഗോയിങ് ടു ബി ഹൈലി അഡ്വാൻസ്ഡ്. അവർ വളരെയധികം മുൻപന്തിയിൽ നിൽക്കാൻ പോവുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അവർക്ക് ബുദ്ധി കൂടും, പക്ഷേ സ്നേഹം കുറയും. ഏവരും സ്വസ്നേഹികളായി മാറും, സെൽഫ് സെന്റേർഡായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും. യേശുക്രിസ്തുവിന് മഹത്വം. ആ ഭാഗത്തേക്ക് നാം വരുമ്പോൾ തന്നെ നമുക്ക് മത്തായി 24:27 വായിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും. ഒന്ന്, നോഹയുടെ കാലഘട്ടത്തിൽ പ്രളയം വന്നു. അതുവരെ പ്രളയം എന്തെന്നറിയാത്തവർ, എല്ലാ രീതിയിലും നോർമൽ ലൈഫ് ജീവിക്കുന്നവർ ആ പ്രളയത്തിൽ നശിച്ചുപോയി. ഓൾ ഓഫ് എ സഡൻ, ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ എന്ന് പറയുന്നത് പോലെ കണ്ണിമ വെട്ടുന്ന നിമിഷത്തിനുള്ളിൽ പ്രളയം വന്നു, ജനം നശിച്ചുപോയി. അപ്രകാരം തന്നെ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും. അപ്രകാരം തന്നെ അടുത്ത് പറയുന്നു മത്തായി 24, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. അതായത് നമ്മുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നാം അറിയാത്തത് കൊണ്ട് ഒരുങ്ങിയിരിപ്പിൻ. എങ്ങനെ ഒരുങ്ങിയിരിക്കണം? കർത്താവിൽ വസിച്ച് കർത്താവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ആയിരിപ്പിൻ. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ ആയിരിപ്പിൻ എന്ന് വചനം നമ്മെ വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയില്ല കർത്താവ് എപ്പോൾ വരും എന്ന്. യേശുക്രിസ്തുവിന് മഹത്വം. മുൻപോട്ട് പോകുമ്പോൾ മത്തായി 24:44 ഇപ്രകാരമാണ് വായിക്കുന്നത്: അങ്ങനെ നിങ്ങൾ
നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. കർത്താവിന് മഹത്വം. കർത്താവ് വളരെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഭാഗമാണ് ഒരുങ്ങിയിരിപ്പിൻ, ഒരുങ്ങിയിരിപ്പിൻ. ബി റെഡി, ബി റെഡി, സ്റ്റെഡ് ഫാസ്റ്റ്. യേശു ക്രിസ്തുവിന് മഹത്വം. ഒരുങ്ങിയിരിപ്പിൻ എന്ന് വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. മത്തായി 25:13 ഇപ്രകാരം പറയുന്നു: ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. നിങ്ങൾക്കും എനിക്കും കർത്താവിന്റെ വരവ് എപ്പോഴെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരുങ്ങിയിരിപ്പാൻ കർത്താവ് പറയുമ്പോൾ, കർത്താവ് എന്നോട് സംസാരിച്ചു, കർത്താവ് ഇന്ന ദിവസം വരാൻ പോകുന്നു, കർത്താവ് എന്നോട് സംസാരിച്ചു, കർത്താവ് ഈ വർഷം വരാൻ പോകുന്നു എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവരിൽ ഉള്ളത് കർത്താവല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കണം. ആരെങ്കിലും പറയുകയാണ് കർത്താവ് വേഗം വരും, എനിക്കങ്ങനെ തോന്നുന്നു, അവരോട് പറയണം ഈ വചനം ഒന്ന് വായിക്കാൻ. കാരണം അറിയില്ല. ഒരുപക്ഷെ അവർ പറയുന്നതിലും വേഗത്തിൽ കർത്താവ് വന്നേക്കാം, ഒരുപക്ഷെ അവർ പറയുന്നതിലും താമസിച്ച് കർത്താവ് വന്നേക്കാം. നമുക്കറിയില്ല. അറിയാത്ത കാര്യം അറിയില്ല എന്ന് സമ്മതിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക എന്ന് വചനം വ്യക്തമായി പറയുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷം 13:30 വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അതായത് കർത്താവിൻ്റെ വചനം ഈ പറഞ്ഞതിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ശരി, കർത്താവ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റം ഇല്ല. മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ മുൻപോട്ട് പോകുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 24-36 വാക്യം നമുക്കൊന്ന് നോക്കാം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. യേശു ക്രിസ്തുവിന് മഹത്വം. ഇതേ ഭാഗം അല്ലെങ്കിൽ കർത്താവ് ഈ സംസാരിച്ചിരിക്കുന്ന സെയിം കാര്യം തന്നെ മർക്കോസിന്റെ സുവിശേഷം 13-31 വാക്യത്തിലേക്കും കൂടെ നമുക്കൊന്ന് വരേണ്ടതുണ്ട്. അവിടെ പറയുന്നത്: ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ഇതേ ഭാഗം നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 1 നമുക്ക് കാണാൻ കഴിയും. 6 വാക്യം മുതൽ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ കർത്താവിനോട്, കർത്താവേ, അങ്ങ് ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. 7 വാക്യം: കർത്താവ് അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളത് അല്ല. യേശുക്രിസ്തുവിന് മഹത്വം. പിതാവ് സ്വന്തം അധികാരത്തിൽ വച്ചിരിക്കുന്ന സ്തോത്രം കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. യേശുക്രിസ്തുവിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തു എന്ന് വരുമെന്ന്, ഇസ്രായേലിന്റെ രാജ്യം എന്ന് യഥാസ്ഥാനത്താക്കി കൊടുക്കുമെന്ന് എല്ലാം ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്ന പരിപാടി അല്ല കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വരവിനായി ഒരുങ്ങി, കർത്താവിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച്, കർത്താവിന്റെ ആത്മാവിനെ അനുസരിച്ച്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയായി കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, ക്രിസ്തു വസിക്കുന്ന, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, അനുകരിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു പുതിയ സൃഷ്ടിയായി നിലനിൽക്കണമെന്നതാണ് കർത്താവിൻ്റെ ഹിതം. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, പിതാവിന് മാത്രമേ അറിയാവൂ, ദൂതന്മാർക്കും അറിയില്ല, പുത്രനും അറിയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞല്ലോ എന്ന്. അതെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു. ദൈവം തൻ്റെ ദൈവത്വത്തെ മാറ്റിവെച്ച് ഒരു അടിമയുടെ രൂപമെടുത്ത് ഒരു
കുഞ്ഞാടായി കർത്താവായ യേശു ക്രിസ്തുവിനെ വെളിപ്പാട് പുസ്തകം വിശേഷിപ്പിക്കുന്നത് ലോക സ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നാണ്. മനസ്സിലാക്കണം, ലോക സ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാട്, അതായത് ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ തന്നെ, കാലം അതായത് ടൈം, സമയം നമുക്കാണുള്ളത്, ദൈവത്തിന് സമയമില്ല. ദൈവത്തിന് ഇന്നലെ ഉള്ളതും ഇന്നുള്ളതും നാളെ ഉള്ളതെല്ലാം ഒരുപോലെയാണ്. ദൈവത്തിന്റെ മുമ്പിൽ ഒരുപോലെയാ. ആ ദൈവം തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാടായി സ്വയം മാറ്റി നിർത്തി. യേശു ക്രിസ്തുവിന് മഹത്വം. തന്റെ ദൈവികത്വം എല്ലാം മാറ്റിവെച്ച് ഒരു അടിമയായി ഇറങ്ങി വന്ന് ആ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് ദൈവത്തെ വെളിപ്പെടുത്തി തരികയാണ്. ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തെ ക്ഷമിക്കുകയാണ്. ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് വ്യക്തമായ നിലവാരത്തിൽ നമ്മെ തന്നെ സ്വീകരിക്കുന്ന ഏവരെയും തൻ്റെ സന്തതിയാക്കി മാറ്റുകയാണ്. മനസ്സിലാക്കണം, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ സന്തതി. എങ്ങനെ? കാരണം യേശുക്രിസ്തു ദൈവമാണ്. ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന ആ കർത്താവിനെ സ്വീകരിക്കുന്നവർ ദൈവത്തിന്റെ സന്തതിയാണ്. മനസ്സിലാക്കണം. എന്തുകൊണ്ട്? കർത്താവായ യേശുക്രിസ്തു പാപമില്ലാത്തവനായി ജനിച്ചു, കാരണം ദൈവമായതുകൊണ്ട്. എന്തുകൊണ്ട് യേശുക്രിസ്തു പാപം ക്ഷമിക്കുന്നു? കാരണം ദൈവമായതുകൊണ്ട്. എന്തുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു? കാരണം ദൈവമായതുകൊണ്ട്. എന്തുകൊണ്ട് യേശുക്രിസ്തു ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തരുന്നു? കാരണം ദൈവമായതുകൊണ്ട്. മനസ്സിലാക്കണം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ട് മരിച്ചു? ദൈവമല്ലേ, മരിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം മനുഷ്യനായി ജനിച്ചു. ഒരിക്കൽ ജനിച്ചാൽ മരണം മനുഷ്യനു വച്ചിരിക്കുന്നതാണ്. ദൈവം മനുഷ്യനായി ജനിച്ചത് തന്നെ മനുഷ്യന് വേണ്ടി മരിക്കുവാൻ വേണ്ടിയാണ്. മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന് മഹത്വം. നമ്മുടെ ഉള്ളിൽ ഇന്ന് ദൈവം വസിക്കുകയാണ്. മനുഷ്യന് പരിമിതികളുണ്ട്. മനുഷ്യന് നാം അംശമായി മാത്രമാണ് അറിയുന്നത്. പൂർണ്ണമായത് വരും, അന്ന് അംശമായത് നീങ്ങിപ്പോകും. ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മോട് വ്യക്തമായി പറയുന്നു, എന്നിൽ വസിപ്പിൻ, എന്നോട് ചേർന്നിരിപ്പിൻ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്തതികളായി ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടത് പിതാവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യത്തിൽ സംതൃപ്തിയുള്ളവരായി സമാധാനത്തോടെ ദൈവസ്നേഹത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ആശ്രയിപ്പിൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ, ആമേൻ. ഇന്ന് ഞാൻ അവസാനം സംസാരിച്ച് നിർത്തിയ ഭാഗം, അതായത് യേശുക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യർക്കോ ദൂതന്മാർക്കോ തനിക്കോ ആ ദിവസം വെളിപ്പെടുത്തിയിട്ടില്ല എന്ന ആ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് വീണ്ടും കർത്താവിൻ്റെ കൃപയിൽ സംസാരിക്കും. നിങ്ങൾക്ക് ഈ വചനം അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ മറ്റുള്ള പ്രിയപ്പെട്ടവർക്കും ഈ വചനം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. കർത്താവിൻ്റെ കൃപ കൂടി ഇരിക്കട്ടെ. ആമേൻ.